കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു, ഖാദർ കമ്മിറ്റി. ആ കമ്മിറ്റി അതിൻ്റെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതിലെ ഓരോ ദിവസവും അതിലെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത ചർച്ച. സംസ്ഥാന തലത്തിൽ സ്കൂൾ കലോത്സവം വേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഈ കമ്മിറ്റിയുടെ അഭിപ്രായം. ജില്ലാതലം വരെ കലോത്സവം വേണമെങ്കിലാകാം, അതിനുശേഷം കലോത്സവം വേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തിയ ശേഷമാണ് കലോത്സവം ഈ രൂപത്തിലേക്കായത്. നമുക്കറിയാം, പണ്ട് കലാതിലകം, കലാപ്രതിഭാ പട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ തമ്മിൽ അടിയുണ്ടായിരുന്നു, രക്ഷിതാക്കൾ തമ്മിൽ അതിനേക്കാൾ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ കലോത്സവം വേണ്ട എന്നാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശം. കലോത്സവം വേണ്ട എന്നതിന് കമ്മിറ്റി ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് അത് അനഭിലഷണീയമായ മാർഗങ്ങളിലൂടെ പോകുന്നു എന്ന പ്രശ്നമുണ്ട്. അത് സമ്പത്തുള്ളവരുടെ മാത്രം ആഘോഷമായി, മത്സരമായി മാറുന്നു. എല്ലാവർക്കും തുല്യമായ അവകാശത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവസാനിപ്പിക്കണം, ജില്ലാതലത്തിൽ ഇത് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന കാരണങ്ങൾ, അനഭിലഷണീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിരന്തരമായ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സമ്പത്തുള്ളവരുടെ മാത്രം മത്സരീനമാകുമെന്ന് പറയുമ്പോൾ അത് ജില്ലാതലത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമാണോ? അല്ല. സത്യത്തിൽ ഇത് നമ്മൾ എല്ലായ്പ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് കൊടി ഉയർന്നിരിക്കുന്നു. അപ്പോൾ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം കേരളത്തിൽ ഇത്രയും കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നു എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു സെലിബ്രേഷൻ്റെ ഒരു മാർക്കാണത്. നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ കടന്നു പോന്നിട്ടുള്ള കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഓർമ്മ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊരു കലോത്സവം നടക്കാമെന്ന് വെച്ചാൽ ആ സ്ഥലത്തെ മുഴുവൻ ആഘോഷപൂരിതമാണ്. നാട്ടുകാരെല്ലാവരും കൂടി പങ്കെടുക്കുന്നു, ഒരുപാട് കലാ ഐറ്റംസ് വരുന്നു, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത കലാപ്രകടനങ്ങൾ വരുന്നു. അത് കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേര് വരുന്നു. ചില മത്സരങ്ങൾക്ക് ഭയങ്കര ഇടിയാണ് കാണാൻ വേണ്ടി തന്നെ. അപ്പോൾ അത് ഒരു തരത്തിൽ നമ്മുടെ കല എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെല്ലാവർക്കും ഉള്ള ഇടം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നൊരു വലിയ വേദിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കലാപ്രകടന വേദിയാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിനെ നമ്മൾ കേവലമായ സാമ്പത്തിക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്കാവുന്നില്ല എന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡം വെച്ചോ അതിനെ അവസാനിപ്പിക്കരുതെന്നാണ് എൻ്റെ കമൻറ്റ്. അതാണ് എന്ന് വെച്ചാൽ, അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടായിട്ടുള്ളത് അവസാനിപ്പിക്കാനുള്ള മെക്കാനിസം ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ട കാര്യം. വിധി നിർണ്ണയത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ജഡ്ജസ് എന്തെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യമോ അല്ലെങ്കിൽ വിവേചനമോ കാണിക്കുന്നുണ്ടോ, അതൊക്കെ സർക്കാർ അതിൻ്റെ ആധുനികമായ നവീകരിച്ച സംവിധാനങ്ങൾ കൊണ്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. സമ്പത്തുള്ളവർക്ക് വേണ്ടി മാത്രം മത്സരിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ പൈസയുടെ പളപളപ്പ് കൊണ്ടുവരുന്ന ആളുകൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ, കൂടുതൽ മാർക്ക് കിട്ടുന്നുണ്ടോ, എങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതൊക്കെ സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അനഭിലഷണീയമായ സംഗതികളെ മാറ്റാൻ ആവശ്യമായിട്ടുള്ള നവീകരണ പ്രക്രിയകൾക്ക് സർക്കാർ തുറക്കവിടുക. മറ്റൊന്ന്, ഇത് നമ്മുടെ ഒരു ആഘോഷമാണ്. നമ്മുടെ ആ കുട്ടികളുടെ സ്കൂൾ കാലത്ത് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു എക്സ്പീരിയൻസും വലിയൊരു മെമ്മറിയും ഒക്കെയാണ്. അപ്പം സെലിബ്രേഷൻസ്, മനുഷ്യർക്ക് സന്തോഷിക്കാനും എല്ലാവർക്കും കൂട്ടുകൂടാനും ഒരുമിക്കാനും ഒക്കെയുള്ള ഇടങ്ങളെ നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കളയാൻ പാടില്ലെന്നാണ് ഞാൻ പറയാം. ഈ ഖാദർ കമ്മിറ്റി ഒരു പക്ഷേ ഇതൊരു വിദ്യാർത്ഥിയുടെ വീക്ഷണകോണിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപകൻ്റെ വീക്ഷണകോണിൽ നിന്ന് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇത് കാണുക. ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ഈ ഒരു ആഘോഷമാണ്, നാടിൻ്റെ ആഘോഷമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പന്ത്രമണിക്കാരുണ്ട്, അങ്ങനെ ഒരു കലാധ്യാപകരുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെയും കൂടി പ്രശ്നമാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കൂടി നോക്കുമ്പോൾ ഈ കലോത്സവങ്ങൾ നിലനിർത്തേണ്ടതല്ലേ? അല്ല, ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ഈ ശുപാർശകൾ നടപ്പാക്കുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എല്ലാ ശുപാർശകളും നടപ്പാക്കാൻ കഴിയില്ല. ചില ശുപാർശകൾ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ടാവും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നടപ്പാക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതൊന്നുകൂടി പഠിച്ചിട്ട് നടപ്പാക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇതാണ് കാരണം. അതായത് ഒട്ടും യുക്തിസഹമല്ലാത്ത ഒരു തരത്തിലും നമുക്ക് എനിക്ക് ഡയസ്റ്റ് ആവാത്ത ഒരു നിർദ്ദേശമായിട്ടാണ് ഈ സ്കൂൾ കലോത്സവം അവസാനിപ്പിക്കും എന്നുള്ള ആ ശുപാർശ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നൗഫൽ കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കലോത്സവം യഥാർത്ഥത്തിൽ സമ്പന്നരുടെ ആഘോഷമാണോ? എനിക്ക് തോന്നുന്നില്ല. ചില ഇനങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. അതിൽ പണം മുടക്കിയിട്ടുണ്ടാകും, പണം മുടക്കേണ്ടി വന്നിട്ടുണ്ടാകും ചില ഇനങ്ങളിൽ. പണം മുടക്കേണ്ടി. പക്ഷേ ഈ സ്കൂൾ കലോത്സവത്തിൽ വരുന്ന നമ്മൾ ഈ സാധനം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, ആ കുട്ടികളാണല്ലോ ഈ കലോത്സവത്തിന് വരുന്നത്.
അവരിൽ ചിലപ്പോൾ സമ്പന്നരും ദരിദ്രരൊക്കെ ഉണ്ടാവാം, എങ്കിൽ പോലും സമ്പന്നരുടെ മക്കളുടെ ഒരു ആഘോഷമൊന്നും അല്ല അത്. അല്ല, ഇനിയിപ്പോൾ ഈ സംഭവിക്കുക, ഇപ്പോൾ നമ്മൾ ഈ നിർദ്ദേശം നടപ്പിലാക്കിയെന്ന് വെക്കുക, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ കലോത്സവം നിൽക്കുന്നു, CBSE സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് കലോത്സവം നിർബാധം നടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അതാണ്, ഇതിൽ സമ്പത്തൊരു പൈസ ഒരു മാനദണ്ഡമാണ്. കാരണം പരിശീലനം കൊടുക്കണം, അതിനുള്ള മേക്കപ്പുകൾ വാങ്ങണം, ആടയാഭരണങ്ങൾ വാങ്ങണം, അങ്ങനെ പല കാര്യത്തിലും പണം ചെലവഴിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പണം ചിലവാകും എന്ന് കരുതിയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ? കാശ് ചിലവാകുന്ന കരുതി വിഷു ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ? കാശ് ചിലവാകുന്ന കരുതി പെരുന്നാൾ ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശീലനം ലഭിക്കാതിരിക്കുകയും അവർക്ക് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം, അത് ശരിയാണ്. എങ്കിൽ അതിന് മറ്റൊരു മാർഗ്ഗം കൊണ്ടുവരികയല്ലേ വേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ, ഇപ്പോൾ ഞാൻ പറയുന്ന നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം മാത്രമല്ലല്ലോ. പാഠപുസ്തകത്തിൽ നമ്മൾ A+B² ഈ സമവാക്യമൊക്കെ പഠിച്ചിട്ട് അതൊന്നും നമുക്ക് ഒരു കാലത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. എനിക്കതൊന്നും ഉപകാരപ്പെടാറില്ല, എൻ്റെ ജോലിക്ക് അതൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല. ഫോക്കസിന് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ സ്കൂളിലെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതല്ല പിന്നീട് ആവുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടി ഒരു കലാകാരനായിട്ടായിരിക്കും ചിലപ്പോൾ പിന്നീട് അറിയപ്പെടുക. ആ കലാകാരനായി മാറാനുള്ള അയാളുടെ ജേണിയിൽ ഈ സ്കൂൾ ഭയങ്കര സംഭാവന നൽകുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ചിലപ്പോൾ ആ കുട്ടിയുടെ കുടുംബത്തിന് അതിൽ പണം ഉണ്ടാവില്ല, പല രീതിയിൽ ആ കുട്ടി സഹായിക്കപ്പെടുന്നുണ്ടാവും, അധ്യാപകരാലോ മറ്റാലോ സഹായിക്കപ്പെടുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കല എന്ന് പറയുന്നത്, കലാ സാഹിത്യം, ഇത് രണ്ടും സ്കൂൾ സിലബസിൻ്റെ ഭാഗമാക്കുകയും അതിന് പരിശീലനം കൊടുക്കുക അധ്യാപകരുണ്ടായും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. എല്ലാ കുട്ടികളും ഒരുപോലെ പരിശീലിക്കപ്പെടുക, ഒരു സ്കൂളിൻ്റെ ടീമിൽ ആ സ്കൂളിൽ തന്നെ പരിശീലനം നൽകുക, ആ പരിശീലനത്തിന് കൃത്യമായ സംവിധാനം ഉണ്ടാവുക, അതിന് കുടുംബത്തിന് പണം മുടക്കേണ്ടതില്ലാതായി വരിക. അതുകൂടി ഉണ്ടല്ലോ, കുടുംബത്തിന് അല്ലെങ്കിൽ പേരൻസിന് അതിനുവേണ്ടി പണം മുടക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം ഈ സ്കൂളിൽ പഠിച്ച് നമ്മൾ +2 പഠിച്ചു അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചു, അയാളുടെ കരിയർ ചിലപ്പോൾ ഒരു കലാകാരനായിട്ടായിരിക്കാം, ഈ പറയുന്ന സ്കൂൾ കലോത്സവത്തിൽ അല്ലെങ്കിൽ ഇനത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറിയേക്കാം, ആ കുട്ടി ഒരു സാഹിത്യകാരനായേക്കാം, എഴുത്തുകാരനായേക്കാം. ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് പറയുക, എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളൊന്നല്ല, തെറ്റായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കലോത്സവം തന്നെ വേണ്ട. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണത്. ഇത്രയും പങ്കാളിത്തം വരുന്ന, ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന വേറൊരു കലോത്സവം ഏഷ്യൻ രാജ്യങ്ങളിലില്ല. അപ്പോൾ ഇത്രയും അത് കേരളത്തിൻ്റെ ഒരു ട്രേഡ് മാർക്കും ഐക്കൺ കൂടിയാണ് സ്കൂൾ കലോത്സവം. വെറുതെ നടത്തുന്ന ഒന്നല്ല, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ഐക്കൺ കൂടിയാണ് സ്കൂൾ കലോത്സവം. അതങ്ങ് ഇല്ലാതാക്കണം, നിർത്തിക്കാണണം എന്നൊക്കെ പറയുന്നത് ഒട്ടും യുക്തിസഹമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കുട്ടികൾക്ക് നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മരത്തിൽ കയറി പേരൊക്കെ പറിച്ച് തിന്നാൻ പറ്റില്ല, നിപ്പ വരും, കുളത്തിൽ കുളിച്ചാൽ അമീബിക് മസ്തിഷ്ക ജ്വരം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി കലോത്സവം കൂടി നിർത്തി പോകണ്ട എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം.